The Real FM 103.6. ശ്രദ്ധ. മൊബൈലും അതുപോലെ ഇന്റർനെറ്റും ഇല്ലാതെ ജീവിക്കാന്ന് പറഞ്ഞത് ഒരു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പൊ സ്കൂളിൽ നിന്ന് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ്, ഒരു പ്രൊജക്റ്റ് ആയാലും നമ്മൾ വേഗം ഇപ്പോ AI ഉണ്ടാവും, പിന്നെ ജെമിനി, ChatGPT ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മള് ക്രിയേറ്റിവിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഒരു പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോ സോഷ്യൽ മീഡിയാസ് ആയാലും ഇൻസ്റ്റയിൽ ഇപ്പോ ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉള്ളവരാണ്. പല സോഷ്യൽ മീഡിയസും യൂസ് ചെയ്യുന്നവരാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, സ്നാപ്പ് തുടങ്ങി പല കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. 10ാം ക്ലാസ്സുകാരി ആയിഷ റില പറയുന്നത് ഇന്റർനെറ്റ് ഇല്ലാതെ പഠനം സാധ്യമാവില്ല എന്നാണ്. പക്ഷേ ഈ സൈബർ ലോകത്ത് നമ്മുടെ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ്? ലോകത്ത് ഓരോ സെക്കൻഡിലും സൈബർ ഇടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത് 10 കുട്ടികളാണ് എന്നാണ് കണക്കുകൾ. ലോകമാകെ ഒരു വർഷം 300 മില്യൺ കുട്ടികൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള സൈബർ ലൈംഗിക അതിക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കെതിരായ സൈബർ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ നിരവധി പദ്ധതികളാണ് കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് കിഡ്സ് ഗ്ലൗ 2025. കേരള പോലീസ് സൈബർ ഡിവിഷനാണ് കിഡ്സ് ഗ്ലൗ 2025 എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകൻ. കിഡ് ഗ്ലൗ എന്ന് പറയുന്ന പദ്ധതി 2015 തുടങ്ങി കേരള പോലീസിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥര് കുട്ടികൾക്ക് വേണ്ടി സൈബർ സുരക്ഷയും സൈബർ അവബോധവും അവയർനെസ്സും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനകത്ത് നമുക്കൊരു വെബ്സൈറ്റും അതിനകത്ത് ലേണിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ. ഇത്തവണ നമ്മളത് റീലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു പുതിയൊരു ഒരു ഫ്രെയിം വർക്കിനകത്തൂടെ എങ്ങനെ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ നമ്മുടെ റിസോഴ്സ് മെറ്റീരിയൽ വായിച്ചിട്ട് സൈബർ അവയർനെസിന്റെ ഒരു ഫെസിലിറ്റേറ്ററായി മാറാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കുട്ടികളുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, സൈബർ ലോകത്തിനെ എങ്ങനെ നമ്മൾ റിയൽ വേൾഡുമായിട്ട് കമ്പയർ ചെയ്ത് അനാലജി വഴി നമുക്കതിനെ കാര്യങ്ങൾ മനസ്സിലാപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇപ്പോൾ ലോഞ്ച് കഴിഞ്ഞു. കൊക്കൂണിലായിരുന്നു അത്. യൂണിയൻ ഹോം സെക്രട്ടറി ആണ് അതിന്റെ ലോഞ്ച് ചെയ്തത്. ഇനിയിപ്പം സ്കൂൾ ലെവലിലേക്ക് അത് റോൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ സൈബർ പോലീസ് പേഴ്സണലും അതുപോലെ തന്നെ സൈബർ വോളണ്ടിയേഴ്സും എല്ലാവരും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ടീച്ചേഴ്സിനെയും കൂടി ഇതെങ്ങനെ പ്രായോഗികമാക്കാം, പ്രാവർത്തികമാക്കാം എന്നുള്ളതിലേക്ക് പോകാം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് SPC പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ സൈബർ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചുകൊണ്ടാണ് പദ്ധതി തുടങ്ങുന്നത്. ഓരോ അക്കാദമിക് വർഷത്തിലും നിശ്ചിത സമയങ്ങളിൽ വിവിധ പരിപാടികൾ ഇതിനായി സംഘടിപ്പിക്കും. കുട്ടികൾക്കായി ബോധവൽക്കരണം, സാങ്കേതിക പരിശീലനം, കൗൺസിലിംഗ് എന്നിവയുണ്ടാകും. ഇതുവഴി മികച്ച പ്രവർത്തനം നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞെടുക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി ഓടുന്നത് കൊണ്ട് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് കൊണ്ടും ഇത് വളരെ നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ടും അതിന്റെ കൂട്ടത്തിനകത്തേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അത് ആ സിസ്റ്റത്തിനകത്ത് തന്നെ അങ്ങ് ഓടും. അതാണ് ആ ഒരു ഫ്രെയിം വർക്കും കൂടെ. അതായത് ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന ഒരു പ്രോഗ്രാമാണത്. അതിനകത്തേക്ക് ഒരു ഇൻപുട്ട് കൂടെ ഓരോ സ്കൂളിലും ഓരോ ഇതിന് നോഡൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതൊരു ടീച്ചർക്കും അത് പ്രാവർത്തികമാക്കാം. അപ്പം കുട്ടികൾക്ക് നമ്മുടെ ആക്ടിവിറ്റി പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ മാസം ഓരോ കാര്യങ്ങൾ ആ ടീച്ചേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് അവർക്ക് സ്റ്റിക്കേഴ്സ് കൊടുക്കും. സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്തിട്ട് അത് ബാഡ്ജ് ആക്കണം. ബാഡ്ജ് കളക്ട് ചെയ്തിട്ട് ഒരു സ്കൂളിലൊരു സൈബർ ക്യാപ്റ്റൻ വരും. അങ്ങനെ ഓരോ സ്കൂളുകളിലും സൈബർ ക്യാപ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് നമുക്കൊരു സമ്മിറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കുട്ടികൾ ഇതിനകത്തേക്ക് എൻഗേജ് ആവും. ടീച്ചേഴ്സിന് തന്നെ ആ പദ്ധതിയുടെ ബുക്ക് നോക്കി അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് നോക്കി അങ്ങ് നടത്താം. എപ്പോഴും നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ വേറൊരാളെയോ
എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മെറ്റീരിയൽ തന്നെ അത് ഓൾ എൻകംപാസിംഗ് ആണ്. അങ്ങനെയാണ്. അതിനകത്ത് മലയാള മനോരമയും പിന്നെ അലിബൈ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിന്റെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ്. അവരാണ് ഈ റിസോഴ്സ് മെറ്റീരിയൽ പ്രിന്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അതിന്റെ വെബ്സൈറ്റും ചെയ്യുന്നുണ്ട്. അതും ഇനിയിപ്പോ സെക്യൂരിറ്റി ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ് അതിന്റെയും ലോഞ്ച് നടക്കും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി കേരള പോലീസിന്റെ കിഡ്സ് ഗ്ലൗ പദ്ധതിക്ക് എങ്ങനെ സഹായമാകും? എങ്ങനെയാണ് SPC സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത്? JDT ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ചാർജുള്ള അധ്യാപകൻ റിയാസ് VK. നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സർവീസ് വിങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് SPC, NCC, സ്കൗട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് സർവീസ് വിങ്ങുകൾ. ഇവയുടെ പ്രവർത്തനത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഡയറക്ഷൻ കുട്ടികളിലേക്കും അതുവഴി അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയാണ് SPC. ഈ SPC പ്രോജക്റ്റ് കേഡറ്റുകൾക്ക് അതിന്റെ പ്രവർത്തന മാനുവൽ പ്രകാരം ഇത്തരത്തിലുള്ള കൃത്യമായ ബോധവൽക്കരണവും ക്ലാസുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഡോർ മാനുവൽ ഉണ്ട്. അതേപോലെ അതിന്റെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളുണ്ട്, അതിന്റെ ക്യാമ്പുകളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഈ സൈബർ സുരക്ഷ, ലീഗൽ ലിറ്ററസി, അതേപോലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് SPC പ്രോജക്റ്റ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നു. ഇപ്പൊ ലഹരി വിരുദ്ധ മനോഭാവം അവരിൽ ഉണ്ടാക്കുക, നിയമപരമായ അറിവുണ്ടാക്കുക, സൈബർ സുരക്ഷയെ പറ്റി ബോധവാന്മാരാക്കുക, സാമൂഹിക ഉത്തരവാദിത്തങ്ങളും അതേപോലെ വ്യക്തിപരമായ കടമകളും ഇതൊക്കെ കുട്ടികളിൽ സന്നിവേശിപ്പിച്ച് അവരെ വ്യക്തിത്വ വികാസത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും SPC പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു SPC കേഡറ്റ് ഇത്തരം കാര്യങ്ങളിൽ സ്വയം പ്രാപ്തി നേരിടുമ്പോൾ, അവന് സെൽഫ് സഫീഷ്യന്റ് ആവുമ്പോൾ ക്രമേണ അവന്റെ കുടുംബവും അതിലൂടെ അവന്റെ ഫ്രണ്ട്സും അവൻ ഇടപെടുന്ന സമൂഹവും എല്ലാം ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ നമുക്കൊന്നും സംശയമല്ല. SPC കേഡറ്റുകൾ അധ്യാപകർ, പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞർ, സൈബർ വോളണ്ടിയർമാർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. IMA, മാനസികാരോഗ്യ നെറ്റ്വർക്കുകൾ, വിവിധ NGOകൾ എന്നിവയുടെ സഹകരണവും പദ്ധതിക്കായി കേരള പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകൻ. ഒരു എസ്കലേഷൻ മെക്കാനിസം ആണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഡിജിറ്റൽ വേൾഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുകയാണെങ്കിൽ അത് എപ്പോഴും പോലീസിന്റെ അടുത്ത് വരേണ്ട ആവശ്യം അല്ല. അതിനകത്ത് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡോക്ടറിന്റെ ഇന്റർവെൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ടീച്ചറിന്റെ ഇന്റർവെൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ വേറൊരു ടെക്നോളജി പ്രൊഫഷണൽ ഇന്റർവെൻഷൻ ആയിരിക്കാം. പക്ഷെ അതിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൊണ്ടുവരുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ഡോക്ടേഴ്സും ഒക്കെ സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും എല്ലാം വോളണ്ടറിലി അവരുടെ സമയം ഇതിനകത്തേക്ക് അവർ സബ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെ ഇത് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്വിഡ് ഗ്ലൗ എന്ന് പറയുന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളാകുമ്പോൾ കുറെ അധികം ആൾക്കാർ കുട്ടികളുടെ ജീവിതവുമായിട്ട് ഇൻവോൾവ് ആണ് അല്ലെ. കുട്ടികളെ പഠിപ്പിക്കുമ്പം അവരും ആക്ച്വലി എഡ്യൂക്കേറ്റഡ് ആവും. ഒരു വീട്ടിലൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ നോക്കും, പിന്നെ സ്കൂളിൽ പോയ ടീച്ചേഴ്സ് നോക്കും, തിരിച്ചു വരുന്ന സമയത്ത് വേറെ ഗാർഡിയൻസ് കാണും, ഗ്രാൻഡ് പേരൻസ് കാണും, മറ്റു ചിലപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സസിന് പോകും. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അഡൽട്സ് ഉണ്ട്. ഓക്കെ, അപ്പം അഡൽട്സിനെ എല്ലാം ട്രെയിൻ ചെയ്യുന്നതിലും നല്ലത് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിന്റെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി അഡൽട്സിനാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറേയും കൂടെ സൈബറിന്റെ അവയർനെസ് ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു റോഡ് മുറിച്ചു കടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ വീടിന് പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തുറന്നുവച്ച ഡിജിറ്റൽ ലോകത്തേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് വ്യക്തമായ അവബോധം കുട്ടികൾക്ക് പകർന്നുകൊടുക്കാൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഓൺലൈൻ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നത് മാത്രമല്ല, വേഗത്തിൽ പ്രതികരിക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം. ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം.
ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.